വെൽക്കം ബാക്ക് ടു KTU സിവിൽ ആൻഡ് മെക്കോർണർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിലെ മൊഡ്യൂൾ 5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 5 എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ KTU സിവിൽ ആൻഡ് മെക്കോർണർ. അപ്പോൾ മൊഡ്യൂൾ 5 വരുന്ന റേഡിയേഷനാണ്. ഓക്കെ, റേഡിയേഷനിൽ മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ബോഡീസ്. അതിൽ മെയിനായിട്ടുള്ള ഒരു ടോപ്പിക്ക് കോൺസെപ്റ്റ് ഓഫ് ബ്ലാക്ക് ബോഡി. നെക്സ്റ്റ് വരുന്നത് ഷേപ്പ് ഫാക്ടർ, ദെൻ റേഡിയോസിറ്റി ആൻഡ് ഇറേഡിയേഷൻ, ദെൻ റേഡിയേഷൻ ഷീൽഡ് ആൻഡ് ഈ ഒരു സെക്ഷനിലെ പ്രോബ്ലം, അതായത് എല്ലാ ടൈപ്പ് പ്രോബ്ലവും നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റേഡിയേഷൻ എന്താണെന്ന് നോക്കാം. റേഡിയേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ദാറ്റ് ഡസ് നോട്ട് റിക്വയർഡ് എനി കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഹീറ്റ് സോഴ്സ് ആൻഡ് ഹീറ്റഡ് ഒബ്ജക്റ്റ്. അതായത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷൻ ഒക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് സോഴ്സും ആൻഡ് ഹീറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റും തമ്മിൽ ഒരു ടൈപ്പിലുള്ള കോണ്ടാക്റ്റും ആവശ്യമില്ല. അതായത് ഈവൻ ഇൻ വാക്യൂം റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്യൂർ ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ കണ്ടക്ഷൻ്റെ കേസ് കൺസിഡർ ആയിരുന്നെങ്കിൽ കണ്ടക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? കണ്ടക്ഷൻ ഒക്യൂർ ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് സർഫസ് കോണ്ടാക്റ്റ്. അതായത് ഹീറ്റ് സോഴ്സും ഹീറ്റഡ് ഒബ്ജക്റ്റും തമ്മിൽ ഒരു സർഫസ് കോണ്ടാക്റ്റ് ഉണ്ടാവണം ഒരു എന്ത് നടക്കാൻ വേണ്ടിയിട്ട്, കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടിയിട്ട്. സിമിലർലി കൺവെക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു സോളിഡ് സർഫസിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡുമായിട്ടായിരുന്നു കൺവെക്ഷൻ ഒക്യൂർ ചെയ്യുന്നത്. അവിടെയും കോണ്ടാക്റ്റ് ആവശ്യമാണ്. സോ അങ്ങനെ അല്ലാത്ത ഒരു ടൈപ്പ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്നത്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഒക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പിലുള്ള കോണ്ടാക്റ്റ് ആവശ്യമില്ല. ഓക്കെ, റേഡിയേഷൻ ഹീറ്റ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഫോമിലാണ് റേഡിയേഷൻ ഹീറ്റ് എക്സ്ചേഞ്ച് ഒക്യൂർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് സണ്ണിൽ നിന്നുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വഴി എർത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഒക്യൂർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബോഡിയിലേക്ക് റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്യുമ്പം എന്തൊക്കെ സംഭവിക്കും? അത് എ പാർട്ട് അത് അബ്സോർബ് ചെയ്യും, ആൻഡ് എ പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും, ആൻഡ് എ പാർട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യും ആ ഒരു ബോഡി. ദെൻ നമുക്ക് ആൽഫ അബ്സോർപ്റ്റിവിറ്റി എന്നും റോ റിഫ്ലക്റ്റിവിറ്റി എന്നും ടോ ട്രാൻസ്മിറ്റിവിറ്റി എന്നും എടുക്കാം. ഓക്കെ, അപ്പം ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻസിഡൻറ്റ്. അതായത് ഹീറ്റ് ഇൻസിഡൻറ്റ് ചെയ്തതിൻ്റെ അകത്തുനിന്ന് എത്ര എമൗണ്ട് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ബോഡീൻ്റെ എമിസിവിറ്റി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡി അബ്സോർബ് ചെയ്യുന്ന എമൗണ്ട് തന്നെയാണത് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സിമിലർലി റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് റിഫ്ലക്റ്റഡ് ഡിവൈഡ് ബൈ ഹീറ്റ് ഇൻസിഡൻറ്റ്, ആൻഡ് ടോ ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്മിറ്റഡ് ബൈ ഹീറ്റ് ഇൻസിഡൻറ്റ്. സോ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് റോ പ്ലസ് ടോ ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ബോഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ട്രാൻസ്പാരൻറ്റ് ബോഡി, ദെൻ ഒപ്പാക് ബോഡി, ബ്ലാക്ക് ബോഡി, വൈറ്റ് ബോഡി ആൻഡ് ഗ്രേ ബോഡി. ട്രാൻസ്പാരൻറ്റ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പാർട്ട്, അതിലേക്ക് വരുന്ന ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എ പാർട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, then opaque body, an opaque body does not transmit radiation. then നമുക്കതിൻ്റെ ട്രാൻസ്മിറ്റിവിറ്റി ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദെൻ നമുക്കറിയാം റോ പ്ലസ് ആൽഫ പ്ലസ് ടോ ഈക്വൽ ടു 1 ആണ്. ദെൻ ടോ ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് റോ പ്ലസ് ആൽഫ ഈക്വൽ ടു 1 എന്ന് എഴുതാം. സിമിലർലി നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ബോഡി. എ ബ്ലാക്ക് ബോഡി അബ്സോർബ്സ് ഓൾ റേഡിയേഷൻ ഇൻസിഡൻറ്റ്. അതായത് അതിലേക്ക് വരുന്ന എല്ലാ റേഡിയേഷനും അത് അബ്സോർബ് ചെയ്യും. സോ അതിൻ്റെ റിഫ്ലക്റ്റിവിറ്റി നമുക്ക് 0 ആണെന്ന് എഴുതാം. സിമിലർലി ട്രാൻസ്മിറ്റിവിറ്റി 0 ആണെന്ന് എഴുതാം. ദെൻ ആൽഫ ഈക്വൽ ടു 1 എന്ന് എഴുതാം. സിമിലർലി നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ബോഡിയാണ്. എ വൈറ്റ് ബോഡി റിഫ്ലക്റ്റ് ഓൾ റേഡിയേഷൻ ഇൻസിഡൻറ്റ് ഓൺ ദ സർഫസ്. ദെൻ അതിൻ്റെ അബ്സോർപ്റ്റിവിറ്റി 0 എന്ന് എഴുതാം, ട്രാൻസ്മിറ്റിവിറ്റി 0 എന്ന് എഴുതാം. ദെൻ റിഫ്ലക്റ്റിവിറ്റി റോ ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഗ്രേ ബോഡി ആയിരുന്നു. ഒരു ഗ്രേ ബോഡിയിലേക്ക് വരുന്ന റേഡിയേഷൻ്റെ പാർട്ട് അത് അബ്സോർബ് ചെയ്യും, എ പാർട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യും, ദെൻ എ പാർട്ട്
അത് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം ഇത്രയാണ് ബോഡി വരുന്നത്, ടൈപ്സ് ഓഫ് ബോഡീസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ബ്ലാക്ക് ബോഡി കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ബ്ലാക്ക് ബോഡി നോക്കാം. എ ബ്ലാക്ക് ബോഡി അബ്സോർബ്സ് ഓൾ റേഡിയേഷൻ ഇൻസിഡൻറ്റ് ഓൺ ദി സർഫസ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, എ ബ്ലാക്ക് ബോഡി ഈസ് ആൻ ഐഡിയൽ കോൺസെപ്റ്റ്. അതായത് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് ഒരു റിയൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ല. അതായത് നമ്മൾ കാർനോട്ട് സൈക്കിളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ബോഡി. ഒരു ബ്ലാക്ക് ബോഡിക്ക് മാക്സിമം അബ്സോർപ്റ്റിവിറ്റിയാണ്. സോ അതർ ബോഡീസിൻ്റെ അബ്സോർപ്റ്റിവിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് ബോഡി യൂസ് ചെയ്യുന്നത്, കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ഒരു ഹോളോ സ്ഫിയർ കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ഇന്നർ സർഫസ്, അതായത് ഇൻറ്റീരിയർ സർഫസ് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സിമിലർലി ഈ ഒരു ഹോളോ സ്ഫിയറിന് ഒരു ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? റേഡിയേഷൻ റേസ്, ഇൻസിഡൻറ്റ് റേസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു സ്മോൾ ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കടന്ന റേഡിയേഷൻ റേസിന്, അതായത് ഇൻസിഡൻറ്റ് റേഡിയേഷന് എന്താ സംഭവിക്കുക? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഓക്കെ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സംഭവിക്കും. ആൻഡ് ഇത് ഈ ഒരു രീതിയിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സംഭവിക്കും. ആൻഡ് അറ്റ് ലാസ്റ്റ് ഈ റേ എസ്കേപ്പ് ചെയ്യും ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലോട്ട് തന്നെ. ദെൻ അതിന് മുന്നേ തന്നെ മാക്സിമം എമൗണ്ട്, അതായത് ഒരു ബ്ലാക്ക് ബോഡി അബ്സോർബ് ചെയ്യുന്ന പോലെ തന്നെ മാക്സിമം റേഡിയേഷൻ എനർജി ഈ ഒരു സ്ഫിയറിൻ്റെ സർഫസ് അബ്സോർബ് ചെയ്യും. അപ്പം നമുക്ക് എങ്ങനെ പറയാം? എ സ്മോൾ ഹോൾ ഇൻ ദ ഹോളോ സ്ഫിയർ ആക്ട്സ് ലൈക്ക് എ ബ്ലാക്ക് ബോഡി. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഷേപ്പ് ഫാക്ടർ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ബോഡീസ് റേഡിയേഷൻ എനർജി എക്സ്ചേഞ്ച് നടക്കാമെന്ന് വെക്കാം. ഓക്കെ, ഈ ഒരു ബോഡീനെ നമ്മൾ ഫസ്റ്റ് ബോഡിയിൽ നിന്നും ഈ ഒരു ബോഡീനെ നമ്മൾ സെക്കൻഡ് ബോഡിയിൽ നിന്ന് എടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എമൗണ്ടാണ് ഇതിന് ചുറ്റും കാണിച്ചിട്ടുള്ളത്. സിമിലർലി ഈ ഒരു ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനാണ് ഇതിന് ചുറ്റും കാണിച്ചിട്ടുള്ളത്. സോ ആ ഒരു ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എ സ്മോൾ പാർട്ട് മാത്രമാണ് ഈ ഒരു ബോഡിയിലേക്ക് റീച്ച് ചെയ്യുന്നത്. സിമിലർലി ഈ ഒരു ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു സ്മോൾ പാർട്ട് മാത്രമാണ് ഈ ഒരു ബോഡിയിലേക്ക് റീച്ച് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്? ഈ ഒരു ബോഡീൻ്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യാണ് അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ. സോ ഈ ഒരു ബോഡിയിലേക്ക് റീച്ച് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു ഇൻഫൈനൈറ്റ്ലി ലോങ് പാരലൽ പ്ലേറ്റിൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന മാക്സിമം റേഡിയേഷൻ, അതായത് ഫുൾ എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഈ ഒരു സർഫസിലേക്ക് റീച്ച് ചെയ്യുന്നുണ്ട്. സിമിലർലി ഈ ഒരു സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫുൾ എമൗണ്ട് ഈ ഒരു സർഫസിലേക്ക്, അതായത് ഫസ്റ്റ് സർഫസിലേക്ക് റീച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു ബോഡീൻ്റെ ഉള്ളിൽ വേറൊരു ബോഡി എൻക്ലോസ് ചെയ്ത് എടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു എൻക്ലോസ് ചെയ്ത് ഈ ഒരു ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുൾ എമൗണ്ട് ഏത് സെക്കൻഡ് ബോഡിയിലേക്ക് റീച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ടോട്ടലി എങ്ങനെ പറയാം? ഡിപ്പെൻഡിങ് അപ്പോൺ ഷേപ്പ് ഓഫ് റിസീവിങ് ഓർ എമിറ്റിംഗ് സർഫസസ് ദ അബ്സോർപ്ഷൻ ചേഞ്ചസ്. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? റിസീവ് ചെയ്യുന്നതോ ഓർ എമിറ്റ് ചെയ്യുന്നതോ ആയ സർഫസിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് അബ്സോർപ്ഷൻ്റെ എമൗണ്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് FIJ ആണ്. അതായത് അതിൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറ്റിംഗ് ബോഡീനാണ് നമ്മൾ I എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് റിസീവിങ് ബോഡീനെ നമ്മൾ J ആയിട്ടും റെപ്രസെൻ്റ് ചെയ്യാണ്. അതായത് നമ്മൾ ഈ 1 to 2 റേഡിയേഷൻ ട്രാൻസ്ഫർ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മൾ 1 to 2 നടക്കുന്നത്. സോ F1 to 2 അതാണ് F12 എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. സിമിലർലി ഇവിടുന്ന് ഇങ്ങോട്ടാണ് നടക്കുന്നതെങ്കിൽ F2 to 1 അതായത് F21. സിമിലർലി മാക്സിമം വാല്യൂ ഓഫ് ഷേപ്പ് ഫാക്ടർ വരുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ F12 നോട്ട് ഈക്വൽ ടു F21 ആണെന്ന് പറയാം. ബട്ട് ഈ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ F12 ഈക്വൽ ടു, അതായത് ഫുൾ എമൗണ്ട് ഈ ഒരു ബോഡിയിലേക്ക് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം F1 to 2 ഈക്വൽ ടു 1 എന്നെടുക്കാം. സിമിലർലി നമ്മൾ
F221 1 ആണ്. ദെൻ F12 ഈക്വൽ ടു F21. സിമിലർലി ഈ ഒരു കേസിലും F12 ഈക്വൽ ടു F21. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ചില ഷേപ്പിലുള്ള ബോഡീസ് ആ ഒരു സെയിം ബോഡീൻ്റെ സർഫസിലേക്ക് തന്നെ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അതായത് ഒരു കോൺകേവ് സർഫസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഈ ഒരു ബോഡീൻ്റെ സെയിം സർഫസിൽ തന്നെ റീച്ച് ചെയ്യും. സോ നമ്മൾ F121 എങ്ങനെ എഴുതാം? നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് ഈ ഒരു ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഈ ഒരു ബോഡിയിലേക്ക് തന്നെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് വേറൊരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്, ഒരു കോൺവെക്സ് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ ഒരു ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഒരിക്കലും ഈ ഒരു ബോഡീൻ്റെ സർഫസ് തന്നെ റീച്ച് ചെയ്യില്ല. സോ F11 ഈക്വൽ ടു 0 എന്ന് എഴുതാം. സിമിലർലി ഒരു പ്ലെയിൻ സർഫസ് നമ്മൾ എടുക്കുകയാണെങ്കിലും F11 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഷേപ്പ് ഫാക്ടറിന് സം റൂൾസ് ഉണ്ട്. ഓക്കെ, അതായത് ഫസ്റ്റ് റെസിപ്രോസിറ്റി തിയറം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലേക്ക് റേഡിയേഷൻ എനർജി ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ റെസിപ്രോസിറ്റി തിയറം വെച്ചിട്ട് A1 F12 ഈക്വൽ ടു A2 F221 എന്ന് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എൻക്ലോഷർ തിയറം, അതായത് നമ്മൾ ഈ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടുള്ള എൻക്ലോഷർ തിയറാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ബോഡിയിൽ നമ്മൾ 1 എന്ന് എടുക്കുകയാണ്, ഈ ഒരു ബോഡിയിൽ നമ്മൾ 2 എന്ന് എടുക്കുകയാണ്, ആൻഡ് 3 എന്ന് എടുക്കുകയാണ്. ദെൻ നമുക്ക് എഴുതാം F11 പ്ലസ് F12 പ്ലസ് F13 ഈക്വൽ ടു 1. ദെൻ സിമിലർലി F21 പ്ലസ് F22 പ്ലസ് F23 ഈക്വൽ ടു 1. സിമിലർലി F31 പ്ലസ് F32 പ്ലസ് F33 ഈക്വൽ ടു 1. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് അഡിറ്റീവ് തിയറാണ്. 1 എന്ന് ഒരു ബോഡിയിലേക്ക് നമ്മൾ റേഡിയേഷൻ എക്സ്ചേഞ്ച് നടത്താണ്. സോ ഈ ഒരു സെക്കൻഡ് ബോഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 എന്നും 4 എന്നും 2 ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സോ നമ്മൾ എഴുതാണ് F12 ഈക്വൽ ടു F123 പ്ലസ് F124 എന്ന ഇതാണ്. ഓക്കെ, അതായത് ഇവിടെ എടുത്തിട്ടുള്ളത് സെക്കൻഡ് ബോഡീനെയാണ് 3ഉം 4ഉം എന്ന് എടുത്തിട്ടുള്ളത്. ദെൻ നമുക്ക് 1 നിന്ന് 2ലേക്ക് നടക്കുന്നത് തന്നെയാണ് F13 പ്ലസ് F14 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് സ്റ്റെഫൻ ബോൾട്സ്മാൻസ് ലോ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു 5th മൊഡ്യൂളിലേക്ക് വേണ്ടിയിട്ടുള്ള ഏതൊരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെഫൻസ് ബോൾട്സ്മാൻസ് ലോവും ഈ ഒരു ഇക്വേഷനും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അബ്സോർപ്റ്റിവിറ്റി മാക്സിമം ആണ് എന്തിന് ബ്ലാക്ക് ബോഡിക്ക്. സിമിലർലി എമിസീവ് പവറും ബ്ലാക്ക് ബോഡിക്ക് മാക്സിമം ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ സ്റ്റെഫൻസ് ബോൾട്സ്മാൻസ് ലോ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് 4th പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് എമിസീവ് പവർ ഓഫ് ബ്ലാക്ക് ബോഡി EB പ്രൊപ്പോർഷണൽ ടു T⁴ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദെൻ EB ഈക്വൽ ടു സിഗ്മ T⁴ എന്ന് എഴുതാം. ഓക്കെ, അപ്പം സിഗ്മ ഈസ് ഈക്വൽ ടു സ്റ്റെഫൻസ് ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇതിന്റെ വാല്യൂ വരുന്നത് സിഗ്മ ഈക്വൽ ടു 5.67 ഇൻറ്റു 10⁻⁻8 വാട്ട് പെർ മീറ്റർ സ്ക്വയർ Kelvin⁴. അതായത് ഡാറ്റ ബുക്കിൽ പേജ് നമ്പർ 90, അതായത് 9th എഡിഷൻ ആണെങ്കിൽ 90-ലായിരിക്കും, ഓർ 8th എഡിഷൻ ആണെങ്കിൽ പേജ് നമ്പർ 82-ലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു നോൺ ബ്ലാക്ക് ബോഡീൻ്റെ കേസിൽ ഈ ഒരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ബോഡീൻ്റെ അത്രയും എമിസീവ് പവർ ഒരു നോൺ ബ്ലാക്ക് ബോഡിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സർഫസ് റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഈ ഒരു ഇക്വേഷൻ, അതായത് സിഗ്മ T⁴ ഡിവൈഡഡ് ബൈ അതിൻ്റെ സർഫസ് റെസിസ്റ്റൻസ് എന്ന് വരും ഈ ഒരു ഇക്വേഷൻ ഇൻ കേസ് ഓഫ് നോൺ ബ്ലാക്ക് ബോഡി എഴുതുകയാണെങ്കിൽ. ഓക്കെ, നമുക്കത് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഇർറേഡിയേഷൻ ആൻഡ് റേഡിയോസിറ്റി എന്താ വരുന്നത് നോക്കാം. ഇർറേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഇൻസിഡന്റ് ഓൺ എ സർഫസ്, അതായത് ഒരു സർഫസിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് റേഡിയേഷനെയാണ് നമ്മൾ ഇർറേഡിയേഷൻ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് G എന്ന ലെറ്റർ വെച്ചിട്ടാണ്.
സിമിലർലി റേഡിയോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് റേഡിയേഷൻ ലീവിങ് ഫ്രം എ സർഫസ് ആൻഡ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ജെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ഒരു നോൺ ബ്ലാക്ക് ബോഡി കൺസിഡർ ആണ്, അതായത് ഒരു ഒപ്പാക് ബോഡി കൺസിഡർ ആണ്. ഒപ്പാക് ബോഡീൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ട്രാൻസ്മിറ്റിവിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് റോ ഈക്വൽ ടു 1 എന്ന് എഴുതി കൂടെ. ഓക്കെ, അപ്പം നമ്മൾ ഒരു നോൺ ബ്ലാക്ക് ഈ ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്യുന്നത് നമ്മൾ ജി എന്നെടുത്തു. സിമിലർലി ഈ ഒരു ഇൻസിഡൻറ്റ് ചെയ്യുന്ന ജി എമൗണ്ട് കാരണം ഉണ്ടാകുന്ന റിഫ്ലക്റ്റിവിറ്റിക്ക് നമുക്ക് റോ ഇൻറ്റു, അതായത് റിഫ്ലക്റ്റിവിറ്റി ഇൻറ്റു ജി എന്ന് എഴുതി കൂടെ. ഓക്കെ, ഇത് കാരണം ഉണ്ടാകുന്ന റിഫ്ലക്റ്റിവിറ്റി. സിമിലർലി എവറി സർഫസ്, അതായത് എല്ലാ സർഫസും സം എമൗണ്ട് ഓഫ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ബോഡിയും സം എമൗണ്ട് ഓഫ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അതിനെ എങ്ങനെ എടുക്കാം? ഇതിൻ്റെ എമിസിവിറ്റി ഇൻറ്റു, അതായത് ഈ ഒരു ബോഡീൻ്റെ എമിസിവിറ്റി ഇൻറ്റു ബ്ലാക്ക് ബോഡീൻ്റെ എമിസീവ് പവർ. അതായത് ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് ബോഡീൻ്റെ എമിസീവ് പവർ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബ്ലാക്ക് ബോഡീൻ്റെ എമിസീവ് പവറും സിമിലർലി ബ്ലാക്ക് ബോഡീൻ്റെ അബ്സോർപ്റ്റിവിറ്റി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ ബോഡീസിൻ്റെ എമിസീവ് പവറും സിമിലർലി അബ്സോർപ്റ്റിവിറ്റി ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെറിവേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് റോ ഈക്വൽ ടു 1 എന്നുള്ളതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് റോ ഈക്വൽ ടു 1 മൈനസ് ആൽഫ എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ റേഡിയേഷൻ ലീവിങ് ഫ്രം ദിസ് സർഫസ് എന്താണ്? റോ ജി പ്ലസ് എപ്സിലോൺ ഇൻറ്റു ഇ ബി. അപ്പം ടോട്ടൽ റേഡിയേഷൻ ലീവിങ് ഫ്രം ദ സർഫസ് എന്താണ്? റേഡിയോസിറ്റി ആണ്. സോ നമുക്ക് റേഡിയോസിറ്റി ഈക്വൽ ടു എപ്സിലോൺ ഇ ബി പ്ലസ് റോ ജി എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അപ്പം നമുക്ക് ഈ റോക്ക് പകരം ഈ ഒരു റോന്റെ വാല്യൂ 1 മൈനസ് ആൽഫ കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് എപ്സിലോൺ ഇ ബി പ്ലസ് 1 മൈനസ് ആൽഫ ഇൻറ്റു ജി എന്ന് എഴുതിക്കൂടെ. സിമിലർലി കിർച്ചോഫ് ലോ ബേസ് ചെയ്തിട്ട് ആൽഫ ഈസ് ഈക്വൽ ടു എപ്സിലോൺ, അതായത് ഞാൻ ഫസ്റ്റ് വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ അബ്സോർപ്റ്റിവിറ്റി പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽഫ ഈക്വൽ ടു എപ്സിലോൺ ആണ്. ആ ഒരു ഇക്വേഷൻ നമ്മളെ ഡാറ്റ ബുക്കിലുണ്ട്. അതായത് കിർച്ചോഫ് ലോ നോക്കുകയാണെങ്കിൽ ആൽഫ ഈക്വൽ ടു എപ്സിലോൺ ആണ്. ഓക്കെ, ആ ഇക്വേഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും എപ്സിലോൺ ഇൻറ്റു ഇ ബി പ്ലസ് 1 മൈനസ് എപ്സിലോൺ ഇൻറ്റു ജി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അതായത് ഈ ഒരു എപ്സിലോൺ ഇ ബിനെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് ജെ മൈനസ് എപ്സിലോൺ ഇ ബി ഈക്വൽ ടു 1 മൈനസ് എപ്സിലോൺ ഇൻറ്റു ജി എന്ന് വരും. ഇതിൻ്റെ അത് നമ്മൾ ജീൻ്റെ വാല്യൂ എടുക്കണം. ജി ഈക്വൽ ടു ജെ മൈനസ് എപ്സിലോൺ ഇൻറ്റു ഇ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ എന്ന് വരും ജി. ഓക്കെ, അപ്പോൾ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ ഏരിയ, നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് ജെ മൈനസ് ജി ആണ്. സോ നമ്മൾ ഈ ജീൻ്റെ ഇക്വേഷൻ ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പം ജെ മൈനസ് എപ്സിലോൺ ഇ ബി ഡിവൈഡ് ബൈ 1 മൈനസ് എപ്സിലോൺ വരും. സോ നമ്മളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ ജെ ഇൻറ്റു 1 മൈനസ് എപ്സിലോൺ മൈനസ് ജെ മൈനസ് എപ്സിലോൺ ഇ ബി ഡിവൈഡ് ബൈ 1 മൈനസ് എപ്സിലോൺ വരും. അപ്പം നമ്മൾ ഈ ജെനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ ജെ മൈനസ് എപ്സിലോൺ ജെ, ഈ ഒരു മൈനസിനെ നമ്മൾ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. മൈനസ് ജെ പ്ലസ് എപ്സിലോൺ ഇ ബി ഡിവൈഡ് ബൈ 1 മൈനസ് എപ്സിലോൺ വരും. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ജെയും ക്യാൻസൽ ആയിപ്പോൾ ബാക്കി വരുന്നത് എപ്സിലോൺ എന്ന് പറയുന്ന ടേം കോമൺ ആണ്. സോ നമുക്ക് എപ്സിലോൺ ഇൻറ്റു ഇ ബി മൈനസ് ജെ ഡിവൈഡ് ബൈ 1 മൈനസ് എപ്സിലോൺ എന്നിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ കാണാൻ വേണ്ടിയിട്ട് ഏരിയനെ നമ്മൾ ഈ സൈഡിലേക്ക് എടുക്കുകയാണ്. സോ എ എപ്സിലോൺ ഇൻറ്റു ഇ ബി മൈനസ് ജെ ഡിവൈഡ് ബൈ 1 മൈനസ് എപ്സിലോൺ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ ഒരു സർഫസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എ എപ്സിലോൺ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ക്യൂ നെറ്റ് ഈക്വൽ ടു ഇ ബി മൈനസ് ജെ ഡിവൈഡ് ബൈ 1 മൈനസ് എപ്സിലോൺ ഡിവൈഡ് ബൈ എ എപ്സിലോൺ വരും. വേർ 1 മൈനസ് എപ്സിലോൺ ഡിവൈഡ് ബൈ എ എപ്സിലോൺ ഈക്വൽ ടു സർഫസ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റേഡിയേഷൻ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ 2 ഗ്രേ സർഫസസ് കൺസിഡർ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഗ്രേ സർഫസസ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് സർഫസ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ നമ്മൾ J1 എന്നെടുത്തു ആൻഡ് J2 എന്നെടുത്തു. സെക്കൻഡ് സർഫസ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു
റെസിസ്റ്റൻസ് ഡയഗ്രാം വരക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരും. അതായത് ഫസ്റ്റ് ബോഡി, ആ ഫസ്റ്റ് ബോഡീൻ്റെ റെസിസ്റ്റൻസ് J1. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് രണ്ടും ഇൻ കോണ്ടാക്ട് അല്ല. സോ ഈ ഒരു സ്പേസ് റെസിസ്റ്റൻസ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യണം. സിമിലാർലി ഈ ഒരു ബോഡീൻ്റെ റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോഡിയിൽ നിന്ന് ഈ ഒരു ബോഡിയിലേക്ക് റേഡിയേഷൻ എനർജി ട്രാൻസ്ഫർ നടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? എത്ര എമൗണ്ട് ഇത് എമിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് നമ്മൾ J1 കൺസിഡർ ചെയ്യണം. സിമിലർലി ഈ ഒരു ബോഡി, അത് ഒരു സ്മോൾ ബോഡി ആണെങ്കിൽ ഇതിന് ഇത്ര എമൗണ്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യാൻ കഴിയില്ല. സോ അതിൻ്റെ ഏരിയ കൺസിഡർ ചെയ്യണം. സിമിലർലി ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട്, ഈ ഒരു ബോഡീൻ്റെ ഷേപ്പ് ഇത് തന്നെ ആയിരിക്കണം എന്നില്ല. നമ്മൾ വേറൊരു ബോഡി, വേറൊരു ഷേപ്പിലുള്ള ബോഡി ആയാലും കൺസിഡർ ചെയ്യാം. ഞാനിതൊരു എക്സാമ്പിളിന് വേണ്ടി വരച്ചു തന്നുള്ളൂ. സോ ഈ ഒരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബോഡിയിൽ നിന്ന് ഇത്രയും എമൗണ്ട് ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്ന മാത്രമേ ഇതിലേക്ക് പോകുന്നുള്ളൂ. സോ നമ്മൾ ഇതിൻ്റെ ഷേപ്പ് ഫാക്ടർ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളതിന് ഈ ഒരു സ്പേസ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്കറിയില്ല. സോ നമ്മൾ Q1 to 2 എഴുതുകയാണെങ്കിൽ J1 A1 F1 to 2 മൈനസ് J2 A2 F2 to 1 എന്നെഴുതി കൂടെ. ഓക്കെ, അപ്പം നമുക്ക് A1 F1 to 2 എന്താണെന്ന് അറിയാം. A2 F2 to 1 ആണ്. അതായത് റെസിപ്രോസിറ്റി തിയറം. സോ നമ്മൾ A1 F1 to 2 ഇൻറ്റു J1 മൈനസ് J2 എന്ന് എഴുതാണ്. സിമിലർലി നമുക്ക് അത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പം J1 മൈനസ് J2 ഡിവൈഡഡ് ബൈ 1 അതായത് ഈ ഒരു A1 F1 2നെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് എടുക്കുകയാണ്. 1 A1 F1 to 2 വേർ 1 A1 F1 to 2 ഈസ് കോൾഡ് സ്പേസ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം നമ്മൾ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം 1 to 2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എഴുതിയ പോലെ തന്നെ EB1 മൈനസ് EB2 ഓക്കെ divided by total resistance, that is 1 minus epsilon 1 divided by A1 epsilon 1 plus 1 by A1 F1 to 2 അതായത് സ്പേസ് റെസിസ്റ്റൻസ് പ്ലസ് സെക്കൻഡ് ബോഡിൻ്റെ റെസിസ്റ്റൻസ്. വേറെ EB1 എന്ന് പറയുന്നത് സിഗ്മ T1 റേസ് ടു 4 ആണ്. ആൻഡ് EB2 എന്ന് പറയുന്നത് സിഗ്മ T2 റേസ് ടു 4 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? EB1 മൈനസ് EB2നെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഇൻറ്റു T1 റേസ് ടു 4 മൈനസ് T2 റേസ് ടു 4. ഇവിടെ T1 T2 എന്ന് പറയുന്നത് ഫസ്റ്റ് ബോഡീൻ്റെയും സെക്കൻഡ് ബോഡീൻ്റെയും ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് റേഡിയേഷൻ ഷീൽഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സർഫസ് കൺസിഡർ ചെയ്യുക. ഈ രണ്ട് സർഫസ് തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാനാകുക? അതിൻ്റെ ഇടയിൽ ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സർഫസും തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയേഷൻ ഷീൽഡ് യൂസ് ചെയ്യുന്നത്. ഇൻ certain സിറ്റുവേഷൻ ഇറ്റ് ഈസ് റിക്വയർഡ് ടു റെഡ്യൂസ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. ദിസ് ഈസ് ഡൺ ബൈ യൂസിങ് റേഡിയേഷൻ ഷീൽഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിന് മെയിനായിട്ട് ചോദിക്കാറുള്ളത് പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഡയഗ്രാം എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം. സോ നമ്മൾ കൺസിഡർ ചെയ്യാണ് ഈ ഒരു ബോഡി ഇങ്ങോട്ട് മാത്രം എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ സിമിലർലി ഈ ഒരു ബോഡി ഇങ്ങോട്ടും എമിറ്റ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. ബട്ട് ഈ ഒരു ബോഡി, അതായത് ഷീൽഡ്, റേഡിയേഷൻ ഷീൽഡ്, അതായത് ബോഡി 3, ഇത് രണ്ട് സൈഡിലേക്കും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എമൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ റെസിസ്റ്റൻസ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ആദ്യം ഈ ഒരു ബോഡീൻ്റെ റെസിസ്റ്റൻസ് 1 മൈനസ് എപ്സിലോൺ 1 ഡിവൈഡ് ബൈ A1 എപ്സിലോൺ 1 വരും. സിമിലർലി ഇവിടെ ഉണ്ടാകുന്ന സ്പേസ് റെസിസ്റ്റൻസ് A1 F1 to 3 വരും. സിമിലർലി ഈ ഒരു ബോഡീൻ്റെ റെസിസ്റ്റൻസ്, അതായത് ഈ ഒരു ബോഡി റേഡിയേഷൻ എമിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സർഫസ് റെസിസ്റ്റൻസ്, ഇപ്പം 1 മൈനസ് എപ്സിലോൺ 3 ഡിവൈഡ് ബൈ A3 എപ്സിലോൺ 3. സിമിലർലി ഈ ഒരു ബോഡി ഇങ്ങോട്ടും എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതിന് നമ്മൾ അവിടെ ഉണ്ടാകുന്ന എമിസിവിറ്റി നമ്മൾ എപ്സിലോൺ 3 ഡാഷ് എന്നെടുക്കുകയാണ്. സോ നമുക്ക്
അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് നമ്മൾ 1 മൈനസ് എപ്സിലോൺ 3 ഡാഷ് ഡിവൈഡ് ബൈ A3 എപ്സിലോൺ 3 ഡാഷ് എന്ന് വരും. സിമിലർലി ഇവിടെ ഉണ്ടാകുന്ന സ്പേസ് റെസിസ്റ്റൻസ് 1 ബൈ A3 ഇൻറ്റു F322 എന്ന് വരും. സിമിലർലി ഈ ഒരു ബോഡീൻ്റെ സർഫസ് റെസിസ്റ്റൻസും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഒരു റേഡിയേഷൻ ഷീൽഡിൻ്റെ പ്രോബ്ലം ചെയ്യാനാവുക. കണ്ടിന്യൂസ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് റേഡിയേഷൻ ഷീൽഡിൻ്റെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സെക്ഷനാണിത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ പ്രോബ്ലം എങ്ങനെയാണ് വരുന്നത്? 2 സ്ക്വയർ പ്ലേറ്റ്സ് ഓഫ് 3 meter side are kept perpendicular to each other in common edge. Temperatures are 600 degrees Celsius and 400 degrees Celsius and emissivities are 0.6. Determine heat exchange by radiation. എന്താ പറയുന്നത്? 2 സ്ക്വയർ പ്ലേറ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിട്ടുണ്ട് ആൻഡ് അതിൻ്റെ സൈഡ് 3 meter ആണ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ബോഡീൻ്റെ ടെമ്പറേച്ചർ 600 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് പ്ലേറ്റിൻ്റെ ടെമ്പറേച്ചർ 600 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് പ്ലേറ്റിൻ്റെ ടെമ്പറേച്ചർ 400 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. ആൻഡ് രണ്ട് പ്ലേറ്റിൻ്റെയും എമിസിവിറ്റി അതായത് എപ്സിലോൺ 1 ആൻഡ് എപ്സിലോൺ 2 ഈക്വൽ ടു 0.6 ആണ് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് ഡിറ്റർമൈൻ ഹീറ്റ് എക്സ്ചേഞ്ച് ബൈ റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള കേസിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെ വരും. അതായത് ഒരു കോമൺ എഡ്ജ് ഉണ്ട്. സിമിലർലി എല്ലാ സൈഡിൻ്റെയും വാല്യൂ 3 ആണ്. ഓക്കെ, അപ്പം നമുക്ക് L1 ഈക്വൽ ടു L2 ഈക്വൽ ടു B ഈക്വൽ ടു 3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് A1ൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? 3 × 3 ഈക്വൽ ടു 9 മീറ്റർ സ്ക്വയർ കിട്ടും. സിമിലർലി A2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 3 × 3 ഈക്വൽ ടു 9 മീറ്റർ സ്ക്വയർ. സിമിലർലി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എപ്സിലോൺ 1 ആൻഡ് എപ്സിലോൺ 2 അതായത് എമിസിവിറ്റി ഓഫ് ബോഡി 1 ആൻഡ് എമിസിവിറ്റി ഓഫ് ബോഡി 2 0.6 ആണ്. സിമിലർലി T1ഉം T2ഉം തന്നിട്ടുണ്ട്. അത് നമ്മൾ കെൽവിനിലേക്ക് എടുക്കണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ള സ്റ്റെഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് വരുന്നത് വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ റേസ് ടു 4 ആണ്. അതായത് ഇവിടെ ഒരു കെൽവിന്റെ ടേം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചറിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സിമിലർലി നമ്മൾ ഒരു റെസിസ്റ്റൻസ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ബോഡിക്കൊരു അതായത് നമ്മൾ ഈ ബോഡീനെ ഫസ്റ്റ് ബോഡിയും ഈ ബോഡീനെ സെക്കൻഡ് ബോഡിയായിട്ട് കൺസിഡർ ആണ്. സോ ഫസ്റ്റ് ബോഡിക്കൊരു സർഫസ് റെസിസ്റ്റൻസ് ഉണ്ട് ആൻഡ് സിമിലർലി ഇൻ ബിറ്റ്വീൻ ഒരു സ്പേസ് റെസിസ്റ്റൻസ് ഉണ്ട് ആൻഡ് സെക്കൻഡ് ബോഡിക്കൊരു സർഫസ് റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ സിഗ്മ T1 റേസ് ടു 4 മൈനസ് T2 റേസ് ടു 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റാസ് നോക്കുകയാണെങ്കിൽ എല്ലാ ടേംസിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്. അതായത് എപ്സിലോൺ 1 തന്നിട്ടുണ്ട്, A1 തന്നിട്ടുണ്ട്, A1 നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ആൻഡ് എപ്സിലോൺ 2 തന്നിട്ടുണ്ട്, A2 നമ്മൾ കണ്ടുപിടിച്ചു, എപ്സിലോൺ 2 കണ്ടുപിടിച്ചു. ആൻഡ് നമുക്ക് ആകെ അൺനോൺ ഉള്ളത് F122 ആണ്. ഓക്കെ, അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡാറ്റ ബുക്ക് യൂസ് ചെയ്യണം. ഡാറ്റ ബുക്കിൽ നമ്മളെ കേസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതായത് നമ്മൾക്ക് വരുന്നത് പെർപെൻഡിക്കുലർ റെക്റ്റാങ്കിളിന്റെ കേസാണ്. സിമിലർലി നമ്മൾ പേജ് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മറിക്കുകയാണെങ്കിൽ നമുക്ക് വേറെയും കേസുകളുണ്ട്. ബട്ട് നമ്മളെ കേസ് പെർപെൻഡിക്കുലർ റെക്റ്റാങ്കിൾ ആണ് വരുന്നത്. സോ ഇവിടെ വരുന്നത് നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? ഷേപ്പ് ഫാക്ടറിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ സെഡും വൈയും കണ്ടുപിടിക്കണം. അതായത് ഇങ്ങോട്ടുള്ളത് വൈയും ആൻഡ് താഴോട്ടുള്ളത് സെഡും ആണ്, സെഡിന്റെ വാല്യൂ ആണ് വരുന്നത്. സോ നമുക്ക് ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ സെഡും വൈയും കണ്ടുപിടിക്കണം. അപ്പോൾ സെഡ് കാണാനുള്ള ഇക്വേഷൻ ഡാറ്റ ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട് L2 ഡിവൈഡ് ബൈ ബി. അതായത് L2 എന്ന് പറയുന്നത് ഇതാണ്, ബി എന്ന് പറയുന്നത് ഇതാണ്. സിമിലർലി y ഈക്വൽ ടു L1 ഡിവൈഡഡ് ബൈ ബി. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് L2ൻ്റെയും ബിൻ്റെയും വാല്യൂ 3 ആണ്. സിമിലർലി L1ൻ്റെയും ബിൻ്റെയും വാല്യൂ 3 ആണ്. സോ നമുക്ക് z ഈക്വൽ ടു 1, y ഈക്വൽ ടു 1 എന്നിട്ട്. സോ നമ്മൾ 1ഉം വരുന്ന എവിടെയാണ് നോക്കുക. അപ്പം ഇത് രണ്ട് കോയിൻസൈഡ് ചെയ്യുന്നത്
2.0004 എന്ന വാല്യൂയിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഷേപ്പ് ഫാക്ടറിന്റെ വാല്യൂ കൂടി കിട്ടുമ്പോൾ ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് ഗിവൺ ആണ്, ഓർ നമ്മൾ ഏരിയന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമുക്ക് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് 30,276.53 വാട്ട് എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് റേഡിയേഷൻ ഷീൽഡിന്റെ കേസിൽ ഒരു പ്രോബ്ലം നോക്കാം. കൺസിഡർ 2 ലാർജ് പാരലൽ പ്ലേറ്റ്, വൺ അറ്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു 727 degree Celsius with emissivity epsilon 1 equal to 0.8 and other at T2 equal to 227 degree Celsius with emissivity epsilon 2 equal to 0.4. An aluminum radiation shield with an emissivity equal to 0.05 on both sides is placed between the plates. Calculate the percentage reduction in heat transfer rate between the two plates as a result of shield. ഓക്കെ, അപ്പം നമ്മൾ ഗിവൺ ഡാറ്റാസ് എഴുതി നോക്കുകയാണെങ്കിൽ നമുക്ക് T1 തന്നിട്ടുണ്ട്, അതായത് ഫസ്റ്റ് സർഫസിന്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. സിമിലർലി സെക്കൻഡ് സർഫസിന്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഇൻ ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സിമിലർലി നമുക്ക് ഫസ്റ്റ് സർഫസിന്റെ എമിസിവിറ്റി തന്നിട്ടുണ്ട്. സിമിലർലി സെക്കൻഡ് സർഫസിന്റെ എമിസിവിറ്റി തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് 0.8 ആൻഡ് 0.4 റെസ്പെക്റ്റീവ്ലി. അതുപോലെ തന്നെ നമ്മൾ എപ്സിലോൺ 3 തന്നിട്ടുണ്ട്, എപ്സിലോൺ 3' തന്നിട്ടുണ്ട്. അത് രണ്ടും ഈക്വൽ ആണ്, 0.05 ആണ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഷീൽഡിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന എമിസിവിറ്റിയും ഇങ്ങോട്ട് പോകുന്ന എമിസിവിറ്റിയും ഈക്വൽ ആണ്, ആൻഡ് ദാറ്റ് ഈസ് 0.05. ഓക്കെ, അപ്പം നമുക്ക് റിഡക്ഷൻ ഇൻ ഹീറ്റ് ഫ്ലോ ഡ്യൂ ടു ഷീൽഡ് കാണിക്കൽ ഹീറ്റ് ഫ്ലോ വിത്തൗട്ട് ഷീൽഡ് മൈനസ് ഹീറ്റ് ഫ്ലോ വിത്ത് ഷീൽഡ് ചെയ്യണം. ഓക്കെ, സിമിലർലി നമുക്ക് പേഴ്സൻറ്റേജ് റിഡക്ഷൻ കാണിക്കൽ ഹീറ്റ് ഫ്ലോ വിത്തൗട്ട് ഷീൽഡ് മൈനസ് ഹീറ്റ് ഫ്ലോ വിത്ത് ഷീൽഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഫ്ലോ വിത്തൗട്ട് ഷീൽഡ് ഇൻറ്റു 100 ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഹീറ്റ് ഫ്ലോ വിത്തൗട്ട് ഷീൽഡ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് ടെമ്പറേച്ചർ അറിഞ്ഞാൽ മതി. അതായത് സിഗ്മ ഇൻറ്റു T1⁴ മൈനസ് T2⁴ അത് ഡിവൈഡഡ് ബൈ ഈ ഒരു ബോഡീൻ്റെ സർഫസ് റെസിസ്റ്റൻസ്, പിന്നെ ഇവിടെ ഉണ്ടാകുന്ന സ്പേസ് റെസിസ്റ്റൻസ് പ്ലസ് ഇവിടെ ഉണ്ടാകുന്ന സർഫസ് റെസിസ്റ്റൻസ്, അതായത് സെക്കൻഡ് ബോഡീൻ്റെ. അതായത് വിത്തൗട്ട് ഷീൽഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ഷീൽഡ് ഇല്ല എന്ന് സങ്കല്പിച്ചിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പം ബട്ട് നമുക്ക് ഹീറ്റ് ഫ്ലോ വിത്ത് ഷീൽഡ് കാണിക്കൽ എന്ത് കണ്ടുപിടിക്കണം, അതായത് ഈ ഒരു ഷീൽഡിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് ഗിവൺ അല്ല. സോ അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് മുന്നേ നമുക്ക് ഹീറ്റ് ഫ്ലോ വിത്തൗട്ട് ഷീൽഡ് കണ്ടുപിടിക്കാം. അതായത് ഹീറ്റ് ഫ്ലോ വിത്തൗട്ട് ഷീൽഡിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്: സിഗ്മ T1⁴ മൈനസ് T2⁴ ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ 1 ഡിവൈഡഡ് ബൈ A1 എപ്സിലോൺ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ A1 F1⁴ പ്ലസ് 1 മൈനസ് എപ്സിലോൺ 2 ഡിവൈഡഡ് ബൈ A2 എപ്സിലോൺ 2. ഓക്കെ, അപ്പം നമുക്കിവിടെ ഏരിയ തന്നിട്ടില്ല. സോ നമ്മൾ യൂണിറ്റ് ഏരിയ, അതായത് ഏരിയൻ്റെ വാല്യൂ 1 ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സിമിലർലി നമുക്ക് F12, അതായത് ഷേപ്പ് ഫാക്ടർ ഫോർ പാരലൽ പ്ലേറ്റ്. ഓക്കെ, പാരലൽ പ്ലേറ്റിൻ്റെ ഷേപ്പ് ഫാക്ടർ 1 ആണ്. സോ നമ്മൾ 1 എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഹീറ്റ് ഫ്ലോ വിത്തൗട്ട് ഷീൽഡ് നോക്കുകയാണെങ്കിൽ Q122 ആണ്. സോ അതിൽ വാല്യൂസ് ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് 19,329 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ വിത്ത് ഷീൽഡ് കാണണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് Q13 കണ്ടുപിടിച്ചാൽ മതി, അതായത് Q123 കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് Q123 കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമുക്ക് T3, അതായത് ഷീൽഡിൻ്റെ ടെമ്പറേച്ചർ അറിയണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ Q123 ഈക്വൽ ടു Q322 എന്ന ഇതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? Q123 എന്ന് പറയുമ്പം ന്യൂമറേറ്ററിൽ നേരത്തെ നമ്മൾ T1⁴ മൈനസ് T2⁴ എന്നുള്ളിടത്ത് നമുക്കിപ്പം T1⁴ മൈനസ് T3⁴ എന്ന് വരും. സിമിലർലി ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ T3⁴ മൈനസ് T2⁴ എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ആകെ അൺനോൺ ആയിട്ടുള്ള വാല്യൂ
T3 മാത്രമാണ്. സോ T3 നമ്മൾ കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ എടുത്തിട്ട് എക്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് T3 വാല്യൂ കിട്ടും 859 കെൽവിൻ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് ഈ T3 വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് Q123 വാല്യൂ കിട്ടൂലേ. ഓക്കെ, അപ്പം നമുക്ക് Q123 ഈക്വൽ ടു 224.9 വാട്ട് എന്നിട്ട്. സിമിലർലി നമ്മൾ ആദ്യം പറഞ്ഞ റിഡക്ഷൻ ഇൻ ഹീറ്റ് ഫ്ലോ ഡ്യൂ ടു ഷീൽഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 19,104.1 വാട്ട് എന്നിട്ട്. സിമിലർലി നമുക്ക് പെർസെൻറ്റേജ് റിഡക്ഷൻ നോക്കുകയാണെങ്കിൽ 98.84% കിട്ടും. അതായത് ഹീറ്റ് ഫ്ലോ വിത്തൗട്ട് ഷീൽഡ് മൈനസ് ഹീറ്റ് ഫ്ലോ വിത്ത് ഷീൽഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഫ്ലോ വിത്തൗട്ട് ഷീൽഡ് ഇൻറ്റു 100 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 98.84%. ഓക്കെ, അപ്പം നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ആൻഡ് ഈ ഒരു പാർട്ടിൽ കുറച്ചുകൂടി തിയറി വരുന്നുണ്ട്, അതും കൂടി ഒന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനലിലെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ KTU Civil and Mech Corner.